الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഷെയ്ഖുന മുഹമ്മദ് ഈസ അൽ ഫാലിൽ മംബാഴി, ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ ദേശീയ ട്രഷറർ മൗലാന ഹിഫ്സുർ റഹ്മാൻ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ സംസ്ഥാന ട്രഷറർ ബഹുമാന്യനായ ഉസ്താദ് പി കെ സുലൈമാൻ മൗലവി, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ബഹുമാന്യനായ മുഹമ്മദ് സ്വാലിഹ് മൗലവി അൽ ഖാസിമി, നിസാറുദ്ദീൻ മൗലവി തിരുവനന്തപുരം, വേദിയിലുള്ള ബഹുമാന്യനായ ആത്തൂർ തങ്ങൾ, മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പ്രഭാഷണങ്ങൾ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമൂഹ്യമായ ജീവിതവുമായി ബന്ധപ്പെട്ടും നവലോകത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രവാചക ജീവിതത്തിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടും ഒരുപാട് പ്രഭാഷണങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഒരുപാട് വ്യക്തികൾ ഇനി ഇവിടെ പ്രഭാഷണം നടത്താനുണ്ട്. അതുകൊണ്ട് ദീർഘമായ പ്രഭാഷണത്തിന് മുതിരുന്നുള്ള കാലാവസ്ഥയും പ്രതികൂലമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ പ്രമേയം പ്രവാചകനെ പിൻപറ്റുക എന്നതാണ്. ഒരുപക്ഷെ ഇത് കേരളത്തിൽ പുതുമയുള്ള പ്രമേയമല്ല എന്ന് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യം